സാധാരണ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാ വീടുകളിലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജ് ഉണ്ടാവാറുണ്ട്. മിക്ക വീടുകളിലും ചിലപ്പോൾ സിംഗിൾ ഡോർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ ഡോർ ആയിരിക്കാം, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ഡോറിൻ്റെ ഫ്രിഡ്ജ് ആയിരിക്കാം. ഇപ്പോൾ ഫ്രിഡ്ജ് എങ്ങനെയാണ് സേഫായിട്ട് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഫ്രിഡ്ജ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 24 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇപ്പോൾ കേടാവുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. മിക്ക ഫ്രിഡ്ജിലുണ്ടാവും പാല്, മുട്ട, അല്ലെങ്കിൽ ഇറച്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരത്തെ കൺസ്യൂം ചെയ്യാൻ നോക്കുക, മാക്സിമം അത് കൺസ്യൂം ചെയ്യാൻ നോക്കുക. പിന്നെ ഫ്രിഡ്ജ് മൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്രിഡ്ജ് എംറ്റി ആയിരിക്കണം. അത് ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെജിറ്റബിൾ ബോക്സൊക്കെ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ അതെടുത്ത് നേരെ പുറത്ത് വയ്ക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഫ്രിഡ്ജ് എംറ്റി ആക്കി വയ്ക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ മിക്ക ഫ്രിഡ്ജിനും ഇപ്പോൾ ഡബിൾ ഡോറൊക്കെ ആണെങ്കിൽ ലോക്ക് ഉണ്ടാവും. പല പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യുക, അതായത് മൂവ് ചെയ്യുന്ന സമയത്ത് തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി. ലോക്ക് ചെയ്യാത്ത ഫ്രിഡ്ജുകളുണ്ട് ഇപ്പോൾ, അതായത് കീ ഒന്നും വരാത്ത ഫ്രിഡ്ജുകളുണ്ട്. അങ്ങനത്തെ ഫ്രിഡ്ജാണെങ്കിൽ പ്രോപ്പറായിട്ട് ടേപ്പ് ചെയ്തെടുക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്രിഡ്ജ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം വെർട്ടിക്കലായിട്ട് പിടിച്ച് തന്നെ ഫ്രിഡ്ജ് എടുക്കാൻ നോക്കുക. അതായത് കിടത്തി എടുക്കാണ്ട് മാക്സിമം നേരെ തന്നെ ഒന്ന് പിടിച്ച് ഫ്രിഡ്ജ് എടുക്കാൻ നോക്കുക. എല്ലായിടത്തും സാധിച്ചെന്ന് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഴ്സ് വഴി ഇറങ്ങുന്ന സമയത്തും വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രിഡ്ജ് നേരെ തന്നെ നിർത്തി കുത്തനെ നിർത്തി എടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ മാക്സിമം നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അതായത് ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഡാമേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് പെട്ടെന്ന് അങ്ങനെ ഓണാക്കരുത്. ഒരു 4 to 8 hours കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഓണാക്കാൻ പാടുള്ളൂ. വേറെ ഒന്നുകൊണ്ടല്ല, വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രിഡ്ജിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ അതിൻ്റെ കംപ്രസർ ഓയിലും പിന്നെ കൂളിംഗ് ഓയിലൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഇതിലായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു 4 hours ഒക്കെ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് കംപ്രസർ ഓയിലൊക്കെ വന്ന് കിടക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളോട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് എക്സ്ട്രാ കെയർ കൊടുക്കുന്ന കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു.